കേരളത്തിലെ ക്രിസ്ത്യാനികളിലെ BJP-യുമായിട്ടുള്ള ആ ഒരു ഡയലോഗിന് ഒരു കാരണമായിട്ടുണ്ടായിരുന്നത് ശ്രീ ജോസഫ് മാഷിൻ്റെ കൈവെട്ടാണ്. അപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ചരിത്രം തന്നെ പറയുകയാണെങ്കിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിന് മുമ്പും അതിന് ശേഷം എന്നുള്ള രീതിയിൽ പൊളിറ്റിക്സ് രണ്ടായിട്ട് തിരികെയാണ്. കാര്യം ആ സമയം വരെ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗിനെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും കേരള കോൺഗ്രസുകളും ക്രിസ്ത്യൻ സമുദായവും കണ്ണടച്ച് കൈയയച്ച് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ ഇത് മുസ്ലിം നിങ്ങളുടെ രാഷ്ട്രീയം പൊളിറ്റിക്കൽ ഇസ്ലാം തീവ്രവാദത്തിലോട്ട് കടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന. അതുവരെ ആ ഒരു തീവ്രവാദം ഹിന്ദുക്കൾക്കെതിരെ മാത്രമായിരുന്നു. എന്നാൽ അത് ക്രിസ്ത്യൻ സമുദായത്തിനെതിരെയും ലോക നിലവാരത്തിൽ ഒരു തീവ്രവാദ ആക്രമണം വരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കായിരുന്നു കുറച്ചെങ്കിലും ക്രിസ്ത്യാനികൾ മുസ്ലിം ലീഗിനെ എതിർത്ത് മുസ്ലിം സമുദായം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർത്ത് സംസാരിക്കാൻ തയ്യാറായത്. അതിനുശേഷമാണ് അവർക്ക് BJP-യുടെ കൂടെ കൂടണമെന്നുള്ളൊരു ധാരണ വന്നു പറഞ്ഞത്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത 3 ആൾക്കാർ ശ്രീ AK ആന്റണിയും ലോക്നാഥ് ബെഹ്റയും TP സെൻകുമാറും ഒക്കെ കേരളത്തിൽ നടക്കുന്ന ലവ് ജിഹാദിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലവ് ജിഹാദിൻ്റെ ഏറ്റവും വലിയ ഇരകളെന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായം തന്നെയായിരുന്നു. അത് രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കാൻ അതുവരെ പലരും തയ്യാറല്ലായിരുന്നു. ശ്രീ അച്യുതാനന്ദനും പല പ്രാവശ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ക്രിയകളെ പറ്റിയിട്ട് പറഞ്ഞു. അച്യുതാനന്ദൻ്റെ ഒരു തവണത്തെ തോൽവിക്ക് തന്നെ കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം ആയിരുന്നു എന്നുള്ള ഒരു ചരിത്രത്തിലൊരു എഴുത്തുണ്ട്. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ക്രിസ്ത്യൻ സമുദായങ്ങളെ കൂടുതൽ NDA ആയിട്ട് അടുപ്പിക്കാൻ ഹിന്ദു പാർലമെന്റിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? അല്ല, ഇതിൻ്റെ അകത്തിലെ അങ്ങ് പറഞ്ഞതിൻ്റെ അകത്തിലെ ഒരു ഏകദേശം നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു ഇതാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിന് മുമ്പുള്ള ഒരു ക്രിസ്തീയ സമൂഹവും അതിനുശേഷമുള്ള സമൂഹം. പക്ഷെ ക്രിസ്തീയ സമൂഹം യഥാർത്ഥത്തിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടോട് കൂടിയിട്ട് ഒരു പ്രകമ്പനം അതിനുള്ളിലുണ്ടായി. ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ എല്ലാം അവര് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടെ തന്നെയായിരുന്നു ക്രിസ്ത്യൻ വിഭാഗം. പുറത്താക്കി. അപ്പൊ ചില വ്യക്തികൾ അതിൻ്റെ അകത്തിലെ അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും സഭ എൻറ്റയർലി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടെ. പിന്നെ വേറൊരു ഇതിൻ്റെ അകത്തിലെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു BJP അല്ലെങ്കിൽ ദേശീയ ശക്തികളോട് ഒരു ആഭിമുഖ്യം വരാനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് ജോസഫ് മാഷിന്റെ കൈവെട്ടും മാത്രമല്ല, ഈ പിണറായി വിജയന്റെ സർക്കാരുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് ഈവിൾ എന്ന് പറയുന്നതിൻ്റെ തൊട്ട് ഏറ്റവും കൂടുതൽ ആരാണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നടക്കുന്നത് എന്നുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായി.